ഓക്കെ, അപ്പോ ശ്രീചിത്രയുടെ ACTI യൂണിവേഴ്സിറ്റിയുടെ ക്രാഷ് ബാച്ച് കോഴ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അല്ലെ, ഒത്തിരി ആഗ്രഹത്തോടു കൂടിയും ഒത്തിരി പ്രതീക്ഷയോടുകൂടിയും ഒക്കെ ആയിരിക്കും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. സോ എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ നേട്ടം നിങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആദ്യമേ ആശംസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരെയും ഞാൻ നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റിന്റെ ശ്രീചിത്ര ACTI യൂണിവേഴ്സിറ്റിയുടെ ക്രാഷ് കോഴ്സിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോ ഇതൊരു ക്ലാസ് ഒന്നുമല്ല, ഞാൻ ആദ്യമേ പറയാണ്, ഒരു ക്ലാസ് തിയറി ക്ലാസ് അങ്ങനെ ഒന്നുമല്ല. ജസ്റ്റ് എന്താണ് ശ്രീചിത്ര എക്സാം, പിന്നെ അതിനെങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, നമ്മൾ ഈ ക്രാഷ് കോഴ്സിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് നിങ്ങൾ അത് എഫക്റ്റീവായിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളുടെ ഒരു ഡിസ്കഷൻ മാത്രമാണ് നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു തിയറി ക്ലാസ് ഒന്നുമല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഇന്ററാക്ഷൻ ക്ലാസ് മാത്രമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു പുതിയൊരു കാൽവയ്പ് അല്ലെങ്കിൽ പുതിയൊരു തുടക്കം എന്ന രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ശ്രീചിത്ര എക്സാമിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുന്നേ ഇതിൽ വർക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഓൾറെഡി വർക്ക് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ഗവൺമെന്റ് സർവീസ് വർക്ക് ചെയ്ത് എത്ര പേരുണ്ട്? ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്ത് എത്ര പേരുണ്ട്? യെസ്. രണ്ടാമത്തെ ചോദ്യം, കഴിഞ്ഞ DME DHS എക്സാം എഴുതിയിട്ടിരിക്കുന്ന എത്ര പേരുണ്ട്? കഴിഞ്ഞ DME DHS. യെസ്. മൂന്നാമത്തെ ചോദ്യം, ആദ്യമായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എത്ര പേരുണ്ട്? ഈ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു, അത് കണ്ടതിന് ശേഷം എക്സാമിന് വേണ്ടി പഠിക്കണം എന്ന് ആഗ്രഹിച്ച് തുടങ്ങിയ എത്ര പേരുണ്ട്? കുറച്ചു പേരുണ്ട് അല്ലെ. അപ്പൊ ഞാൻ 3 കാറ്റഗറി ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ആ കാര്യങ്ങൾ ചോദിച്ചത്. കാരണം ശ്രീചിത്ര എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലെ, വളരെ അധികം മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു എക്സാമാണ് ശ്രീചിത്ര എക്സാം എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, സെൻട്രൽ ഗവൺമെന്റ് സാലറിയും കേരള PSCയുടെ സാലറിയും തമ്മിലുള്ള വ്യത്യാസം അല്ലെ ഡബിളാണ്. ഡബിളും കഴിഞ്ഞിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് സാലറി എന്ന് പറയുന്നത്. കേരളത്തിൽ നിലവിൽ സെൻട്രൽ ഗവൺമെന്റ് സാലറി കിട്ടുന്ന ഒരേ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ശ്രീചിത്ര മാത്രമാണ്. പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് സാലറി കിട്ടുന്ന ഒരേ ഒരു സ്ഥാപനം ശ്രീചിത്ര മാത്രമാണ്. നിങ്ങൾ RCC അപ്പൊ സംശയം ചോദിക്കും. പക്ഷെ RCC എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് ബോഡിയാണ്. ഈ ഇടയ്ക്കാണ് അത് അത്യാവശ്യം സാലറി എങ്കിലും ഹൈക്ക് ആയത്. കേരള PSC സാലറിനേക്കാളും കുറച്ചുകൂടിയെങ്കിലും ഒന്ന് ബെറ്റർ ഒരു സാലറിയിലോട്ട് വന്നതും അതിൽ എല്ലാ അലവൻസ് ഇപ്പോഴും അവിടെ പ്രസ്താവിച്ചിട്ടില്ല. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് ഒരു സെൻട്രൽ സാലറി എന്ന് പറയാൻ പറ്റില്ല. ഒത്തിരി ഡിലേ ആയിട്ടാണ് അവിടെ അലവൻസുകൾ പോലും കിട്ടുന്നത്. കാരണം അതൊരു ഓട്ടോണോമസ് ബോഡിയാണ്. കേരള ഗവൺമെന്റിന്റെ പകുതി വരുന്നുണ്ട് അതിനകത്ത്. സോ അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് സാലറി കിട്ടുന്ന കേരളത്തിലെ ഒരേ ഒരു നഴ്സിംഗ് ജോലി എന്ന് പറയുന്നത് ഈ ശ്രീചിത്ര എക്സാം ആണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷത്തെ ഗ്യാപ്പിലാണ് കഴിഞ്ഞ ലാസ്റ്റ് 2 എക്സാം നടന്നിരിക്കുന്നത്. എന്നാൽ അത്യാവശ്യം പോസ്റ്റിംഗ് നടന്നിട്ടുണ്ട്, കുറച്ചൊക്കെ പോസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. ഇപ്പൊ 40 വേക്കൻസിയാണ് വിളിച്ചതെങ്കിലും കൂടുതൽ പോസ്റ്റിംഗ് നടക്കുമെന്നാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ 3 വിഭാഗക്കാരും ഈ എക്സാമിന് വേണ്ടി കണ്ണിങ് ആയിട്ട് കാത്തിരിക്കുകയാണ്. കേരള ഗവൺമെന്റ് സർവീസിലുള്ളവര്, സെൻട്രൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന മലയാളികള്, പിന്നെ ഓൾറെഡി DHS DME PSC എഴുതി അടുത്ത് നിൽക്കുന്നവര്, പിന്നെ 4ാമത് ഒരാൾ വിഭാഗം കൂടെ ഉണ്ട്, ഏറ്റവും പുതിയതായിട്ട് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ, മീൻസ് ഉദ്യോഗാർത്ഥികൾ. അങ്ങനെ ഈ 4 വിഭാഗക്കാരും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ഇവരെല്ലാവരും എക്സാം എഴുതും. സെൻട്രൽ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്ന മലയാളീസ് എഴുതും, കേരള ഗവൺമെന്റ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നേഴ്സസ് എക്സാം എഴുതും. കാരണം ആ ഒരു സാലറി ഡിഫറൻസ് തന്നെയാണ് അല്ല, ഇരട്ടിയിലധികമാണ് സാലറി എന്ന് പറയുന്നത് കേരള PSC ഗവൺമെന്റ് സാലറിയും സെൻട്രൽ ഗവൺമെന്റ് സാലറി എന്ന് പറയുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും എക്സാം എഴുതും. പിന്നെ 3ാമത്തെ ആൾ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ DHS DME പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി നിൽക്കുന്നവര്, അത് എക്സാം നന്നായിട്ട് എഴുതിയവരുണ്ട്, അതിൽ തന്നെ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വരുത്തി കുറച്ച് മാർക്ക് പുറകിലോട്ട് പോയവരുണ്ട്.
അങ്ങനെയുള്ള 2 വിഭാഗം അതിനകത്തും ഉണ്ട്. പിന്നെ മൂന്നാമതായിട്ട് ഏറ്റവും പുതിയതായിട്ട് പഠിച്ചിറങ്ങി ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ട്. അപ്പൊ ഈ 4 വിഭാഗങ്ങളും ഇതിനകത്ത് എക്സാമിന് കോമ്പീറ്റ് ചെയ്യും. അപ്പോ എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ആകെ 40 വേക്കൻസിക്കാണ് ഇപ്പൊ വിളിച്ചേക്കുന്നത് അല്ലെ. സാലറി എന്ന് പറയുന്നത് 75-ന് മുകളിലാണ്, 75,000-ന് മുകളിലാണ് സാലറി സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ സാലറിക്ക് വേണ്ടി, ഇത്രയും കുറഞ്ഞ വേക്കൻസിക്ക് വേണ്ടി തയ്യാറെടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് എന്തായാലും ഉണ്ടാവണം അല്ലെ. ഉറപ്പായിട്ടും കുറച്ച് ക്വാളിറ്റീസ് നമുക്ക് വേണം. ഈ 40-ൽ എത്തണമെങ്കിൽ, കേരളത്തിൽ ഇത്രയും പേരുടെ ഇടയിൽ നിന്ന് ഈ 40 വേക്കൻസിയിൽ എത്തണമെങ്കിൽ, ഇത്രയും വലിയൊരു സാലറി നമുക്ക് നമ്മുടെ നാട്ടിൽ മേടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ക്വാളിറ്റി ഉണ്ടാവണം അല്ലെ. വെറും ക്വാളിറ്റി എന്നല്ല ഞാൻ പറയുന്നത്, നോളജ്, അറിവിന്റെ ഒരു ക്വാളിറ്റീസ് ആണ് നമുക്ക് വേണ്ടത്. ഞാൻ ക്വാണ്ടിറ്റിയേക്കാൾ ഉപരി അതിനൊരു ക്വാളിറ്റി എന്നാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴും ഓരോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതും ഓരോ ഡിഫറെന്റ് സ്ട്രാറ്റജിയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. എയിംസ് എക്സാമിന് അല്ല സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലല്ല കേരള PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. കേരള PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യും പോലെയല്ല MSc നഴ്സിംഗ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുപോലെയല്ല ശ്രീചിത്ര എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ആ ക്വാളിറ്റി എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത്? നിങ്ങൾ ശ്രീചിത്ര എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെ, കഴിഞ്ഞ പെർമനന്റ് എക്സാം 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതുപോലെ ടെമ്പററി എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ധാരാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് എല്ലാ എക്സാമിൽ നിന്നും വ്യത്യാസമായി ശ്രീചിത്രയുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് അല്ലെ. ഒരു സ്റ്റാൻഡേർഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്, ഒരു ക്വാളിറ്റി ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാറുണ്ട്. പക്ഷെ കഴിഞ്ഞ പെർമനന്റ് എക്സാം നിങ്ങൾക്ക് അറിയാമായിരിക്കും, കുറച്ച് ഈസി എക്സാം ആയിരുന്നു, പൊതുവിൽ ഈസി എക്സാം ആയിരുന്നു. പക്ഷെ അതുപോലെ തന്നെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അതുപോലെ മുകളിലായിരുന്നു അല്ലെ. കട്ട് ഓഫ് എത്രയായിരുന്നു അറിയോ? എത്രയായിരുന്നു കട്ട് ഓഫ്? കട്ട് ഓഫ് എത്രയായിരുന്നു കഴിഞ്ഞ എക്സാമിന്റെ? കഴിഞ്ഞ ശ്രീചിത്ര എക്സാം എഴുതിയ ആരെങ്കിലും ഉണ്ടോ ഇതില്? കഴിഞ്ഞ ശ്രീചിത്ര എക്സാം എഴുതിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? യെസ്. യെസ്. എത്രയായിരുന്നു കട്ട് ഓഫ്? 8. ടോട്ടൽ ക്വസ്റ്റിൽ നിന്ന് 8 മാർക്കായിരുന്നു കുറവ്. പക്ഷെ ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു, എക്സാം എളുപ്പമായിരുന്നു. പക്ഷെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 8-9 മാർക്ക്, 71 or 72 ആ റേഞ്ചിനിടയിലായിരുന്നു കട്ട് ഓഫ് വന്നത് അല്ലെ. അപ്പൊ അത്രയും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതിയാൽ മാത്രമേ ആ ഒരു മാർക്കിൽ എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമെന്ന്, ഞാൻ കട്ട് ഓഫ് ഇത്ര കുറഞ്ഞു എന്ന് പറയുന്നത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ എക്സാം വളരെ എളുപ്പമായിരുന്നു. ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത്യാവശ്യം കയറാൻ പറ്റുമായിരുന്നു. അന്നത്തെ ആ PSC എക്സാമുകളിലൊക്കെ ആദ്യ റാങ്കിൽ ഉണ്ടായിരുന്നവർ തന്നെയായിരുന്നു ഇതിലും ക്വാളിഫൈ ചെയ്തത്. സെൻട്രൽ എക്സാമുകളിൽ, ആ അടുത്ത് നടന്ന എക്സാമുകളിൽ ക്വാളിഫൈ ചെയ്തവർ തന്നെയായിരുന്നു ആ ശ്രീചിത്ര എക്സാമിലും ക്വാളിഫൈ ചെയ്തവരൊക്കെ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി, നോളജിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഈ എക്സാം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. ഞാൻ പറഞ്ഞല്ലോ, കേരള PSC എക്സാമിനേക്കാളും കോമ്പറ്റീഷൻ ആണ് സെൻട്രൽ ഈ SCT IMSTക്ക് വരാൻ പോകുന്നത്. കാരണം ഇതാണ്, ഒന്ന്, ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ശ്യാമൊക്കെ നിംഹാൻസിൽ ഇരുന്നിട്ട് ഇതേ അടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എല്ലാവരും കേരളത്തിലോട്, സ്വന്തം നാട്ടിൽ സെൻട്രൽ ഗവൺമെന്റ് സാലറിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളും ഉണ്ടാവില്ല നമ്മുടെ സ്വന്തം നാട്ടിൽ അല്ലെ. അപ്പൊ അവരെല്ലാവരും ഈ എക്സാമിന് വേണ്ടി ശ്രമിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അവരുടെ ജോലിയുടെ ഇടയിലും അവർ അതിന് വേണ്ടി ശ്രമിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ രണ്ടാമത്, കേരള ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്നവർ ഓൾറെഡി അല്ലെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നതും ശ്രീചിത്ര വർക്കിലോട് വ്യത്യാസമുണ്ട്. പക്ഷേ സാലറി എന്ന് പറയുന്നത് തൊട്ടടുത്ത മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഇരട്ടി സാലറി കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അപ്പുറത്തെ എക്സാം എഴുതും അല്ലെ. അത് സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിൽ നല്ലൊരു സാലറി വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഒരാളും പാഴാക്കില്ല. അപ്പൊ ഇത്രയും നല്ലൊരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാകും. എല്ലാം ഓപ്പൺ ആയിട്ട് ഞാൻ പറയുകയാണ്. അപ്പൊ അതിൽ എങ്ങനെ നിങ്ങൾക്ക് വിജയിക്കാം,
അത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ക്ലിയർ? പിന്നെ നിങ്ങളുടെ അടുത്തൊരു ഫാക്ടർ, നമ്മൾ ഓരോ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. ഞാൻ പറഞ്ഞു, കേരള PSC നമ്മൾ പറയാറുണ്ട് 15 സബ്ജക്റ്റിനും നമ്മൾ തുല്യ പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിക്കണമെന്ന് പറയാറുണ്ട് അല്ലെ? കാരണം ഇപ്പൊ എല്ലാ സബ്ജക്റ്റിലും മൈനർ സബ്ജക്റ്റിലും എല്ലാം ഒരുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് 15 സബ്ജക്ട്സിൽ നിന്നും. പക്ഷെ എന്നാൽ ഞാൻ ശ്രീജിത്രയുടെ എക്സാമിൽ ഞാൻ പറയും തുല്യ പ്രാധാന്യം കൊടുത്തല്ല പഠിക്കേണ്ടത്. ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ തുല്യ പ്രാധാന്യം കൊടുത്തല്ല പഠിക്കേണ്ടത്. ഉറപ്പായിട്ടും ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുമ്പോഴും അവിടെ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് മെഡ് സർജറി തന്നെയാണ്. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ നിന്ന് മാത്രമല്ല, അതിനുള്ളിൽ കാർഡിയോളജിയും ന്യൂറോ സർജറിയും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അവര്. അതിനകത്ത് കാർഡിയോളജിയുടെയും ന്യൂറോ സർജറിയുടെയും ക്വസ്റ്റ്യൻസിന്റെ എൻക്ലക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇതുവരെയുള്ള എക്സാമിലെല്ലാം. ഇനി വീണ്ടും അവർക്ക് മൈനർ സബ്ജക്ട്സിലോട്ട് കൂടി കയറിക്കൂടാ എന്നില്ല, എന്നൊരു നമുക്കൊരു പ്രഡിക്ഷൻ നടത്താനും കഴിയില്ല. അതാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് അടുത്ത എക്സാമിൽ മൈനർ സബ്ജക്ട്സിൽ നിന്നും ചോദിക്കില്ല എന്നും പറയാൻ കഴിയില്ല. പക്ഷെ എന്തിരുന്നാലും അവർ സ്പെഷ്യൽ, അവർ എഡ്യൂക്കേഷൻ അതിൽ എക്സ്പീരിയൻസിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഡിസൈഡ് ക്വാളിഫിക്കേഷൻ ആയിട്ട് കാർഡിയോളജിയും ന്യൂറോ സർജറിയും. സോ അതിന് ഇമ്പോർട്ടൻസ് മസ്റ്റ് ആയിട്ടും കൊടുത്തേ പറ്റുള്ളൂ. സോ നെർവസ് സിസ്റ്റവും കാർഡിയോളജി നല്ല രീതിയിൽ പഠിച്ചേ പറ്റുള്ളൂ. അത് പീഡിയാട്രിക്കും ഇമ്പോർട്ടന്റ് ആണ്, അതിന് ഇമ്പോർട്ടൻസ് അവിടെ കൊടുത്തേ പറ്റൂ. സോ ഞാൻ അവിടെ പറയും PSCക്കും ശ്രീജിത്രയ്ക്കും ഒരുപോലെ അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. PSCക്ക് 15 സബ്ജക്ട്സിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറയുമെങ്കിൽ ശ്രീജിത്രയ്ക്ക് നിങ്ങൾ ഒരുപോലെ 15 സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് അല്ല കൊടുക്കേണ്ടത്. മെഡിക്കൽ സർജിക്കൽ മേജർ സബ്ജക്ട്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിൽ തന്നെ മെഡ് സർജറിയും ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മെഡ് സർജറിയിൽ തന്നെ കാർഡിയോളജി ന്യൂറോ സർജറിയും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതൊരു പീഡിയാട്രിക്കും ആ ഏരിയ ക്ലിയർ ആയിട്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഓക്കെ, ക്ലിയർ? ഇതാണ് എക്സാമിന്റെ ഒരു, പിന്നെ ഇതുവരെയുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ക്ലിയർ ആയിട്ട് എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും മസ്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. നമ്മുടെ മുന്നിലുള്ള ടൈം എന്ന് പറയുന്നത് നിലവില് ഇതുവരെ എക്സാം നടന്നിട്ടുള്ളത് വെച്ച് മാക്സിമം 3 മാസത്തിലുള്ള എക്സാം നടന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റിസൾട്ടും വന്ന് അവർ ഇന്റർവ്യൂ സ്കിൽ ടെസ്റ്റ് നടത്തി അപ്പോയിന്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ് പതിവ്. വളരെ ഫാസ്റ്റ് ആയിട്ട് 3 മാസത്തിനുള്ളിൽ തന്നെ സാധാരണ എക്സാം നടന്നിട്ടുള്ള കഴിഞ്ഞതിന് മുന്നത്തേക്ക്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അധികം ടൈം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ 2 മാസത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണം. അതിനുശേഷം കിട്ടുന്ന ടൈം അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യുക, റിവിഷൻ ആയിട്ട് യൂസ് ചെയ്യുക, മോഡൽ എക്സാമ്പിൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. സോ സബ്ജക്ട് നമ്മൾ 2 മാസത്തിനുള്ളിൽ തന്നെ പ്ലാൻ ചെയ്യണം. ഓക്കെ, 2 മാസത്തിനുള്ളിൽ പ്ലാൻ ചെയ്താണ് നമ്മൾ പഠിക്കേണ്ട സിലബസ്. ഓക്കെ, ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ക്രാഷ് ബാച്ചിൽ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ കൂടി തന്നിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. സോ നമ്മൾ ടൈം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 2 months ആണ്. എന്നിരുന്നാലും എക്സാമിന് 1 മാസം കൂടി കിട്ടിയാൽ അത് വളരെ നല്ലതായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തണം. റിവിഷനും മോഡൽ എക്സാമുകളും കൂടി മാക്സിമം നന്നായിട്ട് വർക്ക് ചെയ്ത് ആ ഒരു ടൈം കൂടി മാക്സിമം യൂസ് ചെയ്യുക. എന്നാലും നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 2 മാസം എന്നൊരു രീതിയിലായിരിക്കണം. ഓക്കെ, സോ നമ്മുടെ ഈ 2 മാസം കൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നമുക്കറിയാം നമ്മുടെ കേരള PSCയുടെ ഒക്കെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 1 വർഷത്തോളം എടുത്തിട്ടാണ്. മിനിമം 10-11 മാസമെങ്കിലും എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സെൻട്രൽ എക്സാം ആണെങ്കിലും മിനിമം ഒരു 10-11 മാസം കൊണ്ടാണ് നോർമലി കംപ്ലീറ്റ് ചെയ്ത സിലബസ്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നതും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നിങ്ങൾക്ക് തിയറി നോട്ട് ആണെങ്കിലും അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എക്സാമുകളാണെങ്കിലും ഹോംവർക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് ആ രീതിയിലാണ്. ഓക്കെ, അപ്പൊ അത്രയും വർക്ക്ഔട്ട് ചെയ്തെടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടൈം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ ഈ 2 മാസം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓവർകം ചെയ്ത് നമ്മുടെ മാക്സിമം നമുക്ക് എഫർട്ട് എടുത്ത് ഇതിനു വേണ്ടി മാക്സിമം നമുക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഓൾറെഡി DME DHS ഒക്കെ പ്രിപ്പയർ ചെയ്തവർക്ക് അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഒന്ന് നന്നായിട്ടൊന്ന് ബേസ് നന്നായിട്ട് അവർക്കുണ്ട്, കുറച്ചുകൂടി കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്ത് എൻക്ലക്സ് കുറച്ച് കാര്യങ്ങൾ കൂടി ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് ശ്രീജിത്രയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കുറച്ച് മോഡൽ എക്സാം കൂടി ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ
ഒരു 90% നമുക്ക് സാറ്റിസ്ഫാക്ഷനോട് കൂടി നമുക്ക് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, പക്ഷെ കുറച്ച് കുട്ടികൾ പുതിയതായിട്ട് ഞാൻ പറയും, പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്ന കുറച്ച് പേരുമുണ്ട് അല്ലെ, കുറച്ച് പേരെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഈ ടൈമിനുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ആദ്യം നിങ്ങൾ പ്രയോറിറ്റി പ്ലാൻ ചെയ്യുക. ഏത് സബ്ജക്റ്റിന് ആദ്യ പ്രയോറിറ്റികൾ കൊടുക്കണം, അതിനുശേഷം ഏത് ഓർഡറിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, അതിന് എത്ര ടൈം ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്യണം, അതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ആദ്യമേ പ്ലാൻ ചെയ്ത് പോകണം. ടൈം വെയിറ്റ് ചെയ്തിരിക്കരുത് ആരും. ഇപ്പൊ തന്നെ നിങ്ങൾ ഒരു അരമണിക്കൂർ കളഞ്ഞാൽ അരമണിക്കൂർ നിങ്ങൾക്ക് നഷ്ടമായതാണ്. അതങ്ങനെ തന്നെ ചിന്തിക്കണം ഓരോ മിനിറ്റും. ഓക്കെ, സോ നമ്മുടെ ഈ 2 മാസത്തെ ക്ലാസ്സിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒന്ന് പറഞ്ഞതുപോലെ 15 സബ്ജക്ട്സും കംപ്ലീറ്റ് തിയറി ക്ലാസ് എടുത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം നമുക്കിനിയില്ല, അത് ഉറപ്പിച്ച് ഞാൻ പറയാം. 15 സബ്ജക്ട്സും കംപ്ലീറ്റ് ടോപ്പിക് വൈസ് തിയറി കംപ്ലീറ്റ് പഠിച്ച് കംപ്ലീറ്റ് അത് ചെയ്ത് നമുക്ക് അതിനുള്ള സമയം ഈ 2 മാസം കൊണ്ട് ഒരിക്കലും അത് പോസിബിൾ അല്ല. അപ്പൊ അതിനുള്ളിൽ നമുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ ഈ 15 സബ്ജക്ട്സിന് കംപ്ലീറ്റ് തിയറി റെക്കോർഡ് ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എക്സാം വരെ അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ പക്ഷേ ഇങ്ങനെ വെറുതെ എന്തെങ്കിലും കണ്ട് പഠിക്കാമെന്നല്ല, ഈ തിയറി റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഈ DME DHS ഒക്കെ പഠിച്ചവർക്ക് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. പുതിയതായിട്ടുള്ളവർ കുറച്ച് ടൈം കൂടുതലെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു നിശ്ചിത ടൈം ഒരു സബ്ജക്റ്റിന് തരും, നമ്മുടേതായ ഒരു പ്ലാൻ തരും. ഫണ്ടമെന്റൽസിന് ഇത്ര ദിവസം, മെഡ് സർജിന് ഇത്ര ദിവസം, OBG ഇത്ര ദിവസം, അതുപോലെ പീഡിയാട്രിക്സ് ഇത്ര ദിവസം, അങ്ങനെ ഒരു നിശ്ചിതമായ ഒരു പ്ലാൻ നമ്മൾ തരും, ഒരു ഷെഡ്യൂൾ തരും. അപ്പൊ അതിനുള്ളിൽ മാക്സിമം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഈ റെക്കോർഡ് ക്ലാസ് വേഗം കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, ഇതുവരെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു പ്രാക്ടീസ് സെറ്റ്, ക്വസ്റ്റ്യൻ സെറ്റ്, പ്രീവിയസ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻസിന്റെ ഒരു കളക്ഷൻ നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഫോൾഡറിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ എക്സാം ആയിട്ട് അറ്റൻഡ് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ അതിന്റെ PDF വ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമായിട്ട് നോക്കിയും പഠിക്കാം ഓരോ ടോപ്പിക്കിന്റെയും. അങ്ങനെ ഓരോ യൂണിറ്റും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിനുശേഷം എക്സാം സീരീസ് ഫോൾഡറിൽ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ അതിനകത്ത് യൂണിറ്റ് എക്സാമുകളുണ്ട്. യൂണിറ്റ് എക്സാമുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഓരോ സബ്ജക്റ്റിന്റെയും മോഡൽ എക്സാം ഉണ്ട് 50 ചോദ്യങ്ങളുടെ. അതിനുശേഷം ആ സബ്ജക്റ്റിന് റിവിഷൻ എക്സാം ഉണ്ട്. അങ്ങനെയാണ് ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ആക്കേണ്ടത്. അപ്പൊ അതിന് ഓരോ സബ്ജക്റ്റിനും ഓരോ നിശ്ചിത ടൈം എടുക്കുക, തിയറി ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ വർക്ക് ഡ്യൂട്ടി അനുസരിച്ച്, നിങ്ങളുടെ ജോബ് അനുസരിച്ച്, നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് തിയറി ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യണം. യെസ്, അടുത്ത് പറയാം. അപ്പോ തിയറി ക്ലാസ്സസ് ഉണ്ട്, അതിന്റെ ഓരോ ടോപ്പിക്കിനും ഓരോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന്റെ യൂണിറ്റ് എക്സാമുകളുണ്ട്, അതിന്റെ തന്നെ സബ്ജക്ട് മോഡൽ എക്സാം ഉണ്ട്, സബ്ജക്റ്റിന്റെ തന്നെ റിവിഷൻ എക്സാം ഉണ്ട്. ഇത്രയും കംപ്ലീറ്റ് ആയാലേ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അങ്ങനെ 15 സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ. പക്ഷെ അപ്പോൾ തന്നെ ഞാൻ പറയും, അതിൽ ഓരോന്നും പ്രയോറിറ്റി കൊടുത്ത് അതിന്റെ ഓർഡറിൽ മാത്രമേ പഠിച്ചു തീർക്കാവൂ. ഇനി അടുത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളൊരു നിശ്ചിത ടൈം തരും. ആ നിശ്ചിത ടൈമിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ എക്സാം പോയിന്റ് ഡിസ്കഷൻ, ഓരോ സബ്ജക്റ്റിന്റെയും അതുപോലെ മെഡ് സർജികളുടെയൊക്കെ സിസ്റ്റം വൈസ് തന്നെ നിങ്ങൾക്കൊരു എക്സാം പോയിന്റ് ഡിസ്കഷൻ സെക്ഷൻസ് ഉണ്ടാവും. വളരെ പ്രധാനപ്പെട്ട എക്സാമിന് വേണ്ട എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ബേസിസിലുള്ള പ്രധാനപ്പെട്ട എക്സാം പോയിന്റുകളുടെ ഒരു ഡിസ്കഷൻ സെക്ഷൻ, അതായത് ഷുവർ ഷോട്ട് പോയിന്റുകളുടെ ഒരു ഡിസ്കഷൻ സെക്ഷൻ ഓരോ സബ്ജക്റ്റിനും, അതുപോലെ മെഡ് സർജ് പോലുള്ള സബ്ജക്റ്റുകളുടെ സിസ്റ്റം വൈസ് തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. അത് ലൈവ് ക്ലാസ്സുകളായിരിക്കും. ക്ലിയർ? അങ്ങനെ ഓരോ സബ്ജക്റ്റിനും എക്സാം പോയിന്റ് ഡിസ്കഷൻ സെക്ഷൻ ഉണ്ടാകും. പിന്നെ ലൈവ് ക്ലാസ് വരുന്നത് പ്രീവിയസ് ഇയർ SET IMST ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഇതുവരെ ശ്രീചിത്ര SET IMST നടന്നിട്ടുള്ള എല്ലാ ചോദ്യ പേപ്പറുകളുടെയും ഡിസ്കഷൻ സെക്ഷൻ ഉണ്ടാകും. അതിന്റെ ഡിസ്കഷൻ സെക്ഷൻ എടുക്കുന്നത് ശ്രീചിത്രയിൽ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ തന്നെ നിങ്ങൾ ക്ലാസ് എടുക്കും. ഡിസ്കഷൻ സെക്ഷൻ അത് എയിംസ് ഡൽഹിയിലും അതിന് ശേഷം സെക്കന്ദരാബാദ് റെയിൽവേ, അതിനുശേഷം ജിപ്മർ, ഏറ്റവും അവസാനം ശ്രീചിത്രയിൽ വന്ന്
സ്വന്തം നാട്ടിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് തന്നെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ ഡിസ്കഷൻ പോയിന്റ്സ് എടുക്കും. വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഫസ്റ്റ് പഠിച്ചിറങ്ങിയ അടുത്ത മാസങ്ങളിൽ തന്നെ എയിംസ് എക്സാം എഴുതി അതിൽ ഫസ്റ്റ് ആദ്യ റാങ്കിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം സെക്കന്ദരാബാദ് റെയിൽവേയിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ജിപ്മറിൽ വർക്ക് ചെയ്തു. തന്നെ അതിന്റെ അടുത്ത വർഷം തന്നെ നടന്ന ശ്രീചിത്ര എക്സാമിൽ നാട്ടിൽ വർക്ക് ചെയ്യുന്നു. അപ്പോ അങ്ങനെ ആ സ്റ്റാഫ് തന്നെ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട എക്സാം, ശ്രീചിത്രയ്ക്ക് എക്സാമിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലും അവിടുത്തെ സിനാരിയോ വെച്ചുകൊണ്ട് തന്നെ ഉള്ള ക്ലാസ്സുകൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ എടുക്കും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെക്ഷൻ ഉണ്ടാവും. അതുപോലെ ഓരോ സബ്ജക്റ്റിന്റെയും പ്രധാനപ്പെട്ട എക്സാം പോയിന്റുകളുടെ വളരെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ സെക്ഷൻ ഉണ്ടാകും. അതിൽ തന്നെ കാർഡിയോളജിയുടെയും ന്യൂറോളജിയുടെയും വളരെ നല്ല ക്ലാസ്സുകൾ തന്നെ എൻക്ലക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ തന്നെ ഒരു ഡിസ്കഷൻ സെക്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. പിന്നെ വരുന്നത് കാർഡിയോളജി ന്യൂറോളജിയുടെ ക്ലാസ് പറഞ്ഞു. സബ്ജക്ട് പോയിന്റ് എക്സാം ഡിസ്കഷൻ പോയിന്റ്സ് ഉണ്ടാകും. അതിനുശേഷം ഈ 15 സബ്ജക്ട്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ സെക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം 15 മോഡൽ പരീക്ഷകൾ ഉണ്ടാവും. ശ്രീചിത്രയുടെ സിലബസ് അനുസരിച്ചുള്ള തന്നെ ഇൻക്ലക്സ് ക്വസ്റ്റ്യനെ എല്ലാം ബേസ് ചെയ്തുകൊണ്ടുള്ള 15 മോഡൽ എക്സാം ഡേറ്റ് വന്നതിന് ശേഷം ഉണ്ടാകും. എക്സാം ഡേറ്റ് വരുന്നതിനനുസരിച്ചായിരിക്കും ഈ 15 മോഡൽ എക്സാമുകളും ഉണ്ടാവുക. സോ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് ടൈം കണ്ടെത്തി നിങ്ങൾക്ക് ക്ലാസ്സസ് കണ്ടു പഠിക്കാനുള്ള ടൈം ആയിരിക്കും ആദ്യ കുറച്ച് ദിവസങ്ങൾ. അതിനുശേഷമായിരിക്കും ഓരോ നമ്മൾ തരുന്ന ഷെഡ്യൂൾ അനുസരിച്ചുള്ള, അതായത് നിങ്ങൾക്ക് ഫണ്ടമെന്റൽസ് ഇത്ര ദിവസം തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ കംപ്ലീറ്റ് നിശ്ചിത ദിവസം തന്നതിന് ശേഷമായിരിക്കും ആ സബ്ജക്റ്റിന്റെ പ്രധാനപ്പെട്ട എക്സാം പോയിന്റ് ഡിസ്കഷൻ വരുന്നത്. അതിനോടൊപ്പം ഈ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ സെക്ഷൻ അതിനോടൊപ്പം നടക്കും, ലൈവ് ക്ലാസ്സുകൾ. അതിനുശേഷം ഫണ്ടമെന്റൽസ് കഴിഞ്ഞാൽ അടുത്ത മെഡ് സർജിൽ ഇത്ര ദിവസം തരും ഒരു സിസ്റ്റത്തിന്. അത് കഴിയുമ്പോൾ ആ സിസ്റ്റത്തിന്റെ ഡിസ്കഷൻ സെക്ഷൻ ഉണ്ടാവും. അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തു പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെ പ്രയോജനമായിരിക്കും. അത് പക്ഷെ ഡിലേ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യുക. എപ്പോഴും ഓർക്കുക, ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം, ഈ 40 വേക്കൻസി 75,000 രൂപ സാലറി നമ്മുടെ സ്വന്തം നാട്ടില്. അപ്പൊ അതിനാ വേണ്ട ക്വാളിറ്റി നോളജ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം ഈ ഒരു ടൈമിൽ. അവരെ അതിൽ വിജയിക്കത്തുള്ളൂ. DME എക്സാമിന്, കേരള PSC എക്സാമിന് മാർക്ക് കുറഞ്ഞവർ വിഷമിക്കണ്ട. ഒന്ന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യൂ. എത്രയോ പേര് കേരള PSC എക്സാം കിട്ടാതെ തൊട്ടടുത്ത സെൻട്രൽ ഗവൺമെന്റ് എക്സാമിൽ ആദ്യ റാങ്കിൽ വന്ന് ജോലിയിൽ കയറിയിട്ടുണ്ട്. എത്രയോ പേര്. സോ ഹാർഡ് വർക്ക് മാത്രമാണ് ഇതിന് ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. ഓരോ മിനിറ്റും വളരെ പ്രയോജനപ്പെടുത്തുക. നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. മാതൃകയായിട്ട് ധാരാളം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. മോഡൽ എക്സാമുകൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. നെഗറ്റീവ് മാർക്ക് ഒക്കെ ഒഴിവാക്കുക. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എന്താണ് ശ്രീചിത്ര എക്സാം എന്ന് മനസ്സിലാക്കുക. ആ എക്സാമിന് വേണ്ട ക്വാളിറ്റി നോളജ് നമ്മൾ ഗെയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ ഒരു ടൈം എടുക്കുക. നന്നായിട്ട് എല്ലാവരും ഒന്ന് ടൈം എടുത്ത് തന്നെ നല്ലൊരു പ്ലാൻ ചെയ്യുക. നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കഴിഞ്ഞ 2 പെർമനന്റ് എക്സാമിന്റെയും ശ്രീചിത്രയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റിവ്യൂ ചെയ്യണം. നന്നായിട്ടൊന്ന് റിവ്യൂ ചെയ്യണം. ആ ചോദ്യ പേപ്പറിൽ എന്താണ് അതിൽ ചോദിച്ചിരിക്കുന്നത്, എന്താണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത്, ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യണം. 2 ചോദ്യ പേപ്പറും റിവ്യൂ ചെയ്യണം. എക്സാം പാറ്റേൺ ഞാൻ പറയാം കേട്ടോ. 2 കാര്യങ്ങൾ ഞാനത് കൺഫേം ചെയ്ത് പറയാം. ഈ നെഗറ്റീവ് മാർക്കിങ്ങിന്റെ കാര്യവും പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഞാൻ മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാൻ 2 മെസ്സേജ് ഉണ്ട്. അത് ഞാൻ റിപ്ലൈ തരാം കേട്ടോ. കറക്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യാം. അവിടെ തന്നെ അന്വേഷിച്ചിട്ട് പറയാം. നെഗറ്റീവ് മാർക്കിങ്ങിന്റെ കാര്യം അതിൽ പറയാം കേട്ടോ. സോ 2 ചോദ്യ പേപ്പറും നന്നായിട്ട് റിവ്യൂ ചെയ്യണം. നന്നായിട്ട്. അതിനുശേഷം നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യാം. നിലവിൽ കഴിഞ്ഞ എക്സാമിനെല്ലാം അതാണ് ക്വസ്റ്റ്യൻ. ട്രിവാൻഡ്രം മാത്രമേ സെന്റർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞ പെർമനന്റ് എക്സാമിന് ശ്രീചിത്ര ട്രിവാൻഡ്രം മാത്രമേ സെന്റർ ഉണ്ടായിരുന്നുള്ളൂ. ട്രിവാൻഡ്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഈ വർഷം ഇനി ചേഞ്ച് ചെയ്യുമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ 2015 എക്സാമിന് ട്രിവാൻഡ്രം ആയിരുന്നു സെന്റർ.
ഓക്കെ, അപ്പൊ ഈ 2 ചോദ്യ പേപ്പറും നന്നായിട്ട് റിവ്യൂ ചെയ്യുക. അതിനുശേഷം നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്യും ഞാൻ എന്തൊക്കെയാണ് ഈ എക്സാമിന് വേണ്ടി ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഓരോ സബ്ജക്റ്റിനും ഞാൻ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ വീണ്ടും പറയുന്നു, മൈനർ സബ്ജക്ട്സിന് ഇതുവരെ ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഈ എക്സാമിന് നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. ഒരു 70% മേജർ സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഒരു 30% നമ്മൾ മൈനർ സബ്ജക്ട്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ക്ലിയർ? ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. കാരണം എങ്ങാനും അടുത്ത് ഇതിന് ഈ വർഷം അതിന് ഇമ്പോർട്ടൻസ് വന്നാൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് വന്നാൽ എന്ത് ചെയ്യും? ഒരിക്കലും നമുക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ലൈഫിൽ ഒരു വലിയൊരു അവസരമായിരിക്കും അത് കാരണം നഷ്ടപ്പെട്ടു പോകുന്നത്. അതിന് ഒരു കാര്യവും എക്സ്ക്യൂസ് അല്ല. ഒരു അവസരം വന്നാൽ അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ രീതിയിൽ കണ്ണിങ് ആയിട്ട് ചെയ്യാൻ പറ്റും, അതൊക്കെ ചെയ്യണം. എന്റെ ഫ്രണ്ടിനേക്കാൾ 1 മാർക്ക് കൂടുതൽ കിട്ടാൻ മീൻസ് മറ്റു രീതിയിലല്ല പറയുന്നത്, ഒരു ടോപ്പിക് കൂടുതൽ പഠിക്കുക, ഒരു ഗൈഡ് കൂടുതൽ വായിക്കുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുക, 1 മണിക്കൂർ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക അവൾ കുട്ടി പഠിക്കുന്നതിലും. ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഹാർഡ് വർക്ക് തന്നെയാണ് സക്സസിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു കാരണവശാലും മറക്കരുത്. എല്ലാ കാര്യവും നിങ്ങളുടെ കയ്യിലുണ്ട്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ അത് പ്രയോജനപ്പെടുത്തുക. നമ്മൾ നോളജ് ഇൻക്രീസ് ചെയ്യുക, എക്സാമിനെ നന്നായിട്ട് മനസ്സിലാക്കുക, ആ സിലബസ് പാറ്റേൺ അനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ ടെമ്പററി എക്സാമിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടും ഡിസ്കഷൻ ആയിട്ടും തരും. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. അത് ബേസ് ആക്കിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ. വീണ്ടും പറയുന്നു, 2 മാസം കൊണ്ട് പ്ലാൻ ചെയ്യണം. ഒരു 1 മാസം കൂടെ എക്സ്റ്റെൻഡ് ആയാൽ ഭാഗ്യമെന്ന് കരുതുക, നമുക്ക് നല്ലതിന് വേണ്ടിയാണെന്ന് കരുതുക. എന്ന് വെച്ച് ആ സമയത്ത് പഠിക്കാനല്ല ഇരിക്കേണ്ടത്. ആ സമയത്ത് റിവിഷനും മറ്റ് നല്ല നല്ല കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യണം. കൂടുതലായിട്ട് മോഡൽ എക്സാമിൽ എഴുതി റിവിഷൻ ചെയ്ത് നന്നായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അതൊക്കെ മെഡ്സർജിന് എൻഗ്ലക്സിന്റെ ടെക്സ്റ്റും കൂടി യൂസ് ചെയ്യണം. എൻഗ്ലക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി വർക്ക്ഔട്ട് ചെയ്യണം. ഇമ്പോർട്ടന്റ് ആണ്. സർജറീസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓരോ ടൈപ്പ് സർജറീസിനും അതിന്റെ മാനേജ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. മെഡ്സർജില് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സർജറികളും ഓരോ പ്രൊസീജിയറുകൾക്കും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാർഡിയോളജി, ന്യൂറോ സർജറി വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അപ്പോ ആരാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, ആരാണോ സ്വപ്നം കാണുന്നത് മാത്രമല്ല ആ സ്വപ്നത്തിന് വേണ്ടി ഉറക്കമൊഴിച്ച് കഷ്ടപ്പെടുന്നത്, കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുന്നത്, അവർ ഉറപ്പായിട്ടും വിജയിക്കും. അങ്ങനെ എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ആത്മാർത്ഥം നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക, അതിനുശേഷം നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക. ഇനിയുള്ള ഓരോ മിനിറ്റും ഇത്രയും നല്ലൊരു അവസരം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാലുള്ള നേട്ടം എന്താണെന്ന് ഒന്ന് ആലോചിക്കുക. നമ്മുടെ സ്വന്തം നാട്ടില് ഒരു KS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കിട്ടുന്ന അതേ സാലറിയിൽ ഒരു GNM അല്ലെങ്കിൽ ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരു സ്റ്റാഫിന് സാലറി മേടിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അല്ലെ, വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ലൈഫ് പല രീതിയിൽ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അല്ലെ. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി വർക്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അതേ എമൗണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. നമ്മുടെ വീട്ടുകാരോടൊപ്പം നിന്നുകൊണ്ട് സേവ് ചെയ്യാൻ കഴിയും. നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് സേവ് ചെയ്യാൻ കഴിയും. നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയും, ഉറപ്പാണ്. സോ ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് കഷ്ടപ്പെടുക, കിട്ടുന്ന അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ കൂടുതൽ കിട്ടിയാൽ അത് വർക്ക്ഔട്ട് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ അത് സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഫയലിൽ ഒന്ന് എഴുതി വെക്കുക ആ ചോദ്യം. ഒരു പുതിയൊരു പോയിന്റ് കിട്ടിയാൽ ആ പോയിന്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് കിട്ടിയാൽ അതിന്റെ ഒരു എക്സാം പോയിന്റ് എന്താണെന്നുള്ളത് ഒന്ന് ചെറിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അങ്ങനെ ഇനിയുള്ള ഓരോ നിമിഷവും നിങ്ങൾ വിലപ്പെട്ടതാണ്. അത് മാക്സിമം നന്നായിട്ട് യൂസ് ചെയ്യുക. ഉറപ്പായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നവരോടൊപ്പം തന്നെ സക്സസ് ഉണ്ടാകും. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ ഇനിയുള്ള ക്ലാസ് ഷെഡ്യൂൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ തന്നെ അടുത്ത ദിവസം തന്നെ ഷെയർ ചെയ്യുന്നതാണ്. അതിന് മുന്നേ ഇന്ന് തന്നെ നിങ്ങളുടെ 2 ക്വസ്റ്റ്യൻ പേപ്പർ ആപ്ലിക്കേഷൻ ടൈപ്പാണ് നമ്മൾ കൂടുതലും 2010 ക്വസ്റ്റ്യൻ പേപ്പറിലും ടെമ്പററി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒക്കെ കണ്ടതെങ്കിൽ 2015 ക്വസ്റ്റ്യൻ പേപ്പറിൽ പക്ഷെ കുറച്ചുകൂടി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ചോദിച്ചത്. സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. സോ അതുകൊണ്ട് ഇത് രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കും. ഈ ടെമ്പററി എക്സാമിന്റെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കുറേയധികം
ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് രണ്ടിനും ഒരേ പ്രാധാന്യം കൊടുക്കണം. ഒരേ പ്രാധാന്യം രണ്ടിനും കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എൻക്ലക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി വർക്ക്ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. മെഡ് സർജില് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എൻക്ലക്സ് ടൈപ്പ് ക്വസ്റ്റ്യന്, ഫണ്ടമെന്റൽസിലും കൊടുക്കണം. ഓക്കെ, അപ്പൊ നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യുക. ആ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഠിത്തം മുന്നോട്ട് വയ്ക്കുക. അടുത്ത 2 മാസം ബാക്കി എല്ലാ എക്സാമുകളും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുക. ഈ ഒരു ശ്രീചിത്ര എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ജോലി ഉള്ളവരായിക്കോട്ടെ, സെൻട്രൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യാൻ ഇത്രയും നല്ലൊരു അവസരം കിട്ടുമ്പോൾ അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും ആദ്യ റാങ്കിൽ തന്നെ എത്താൻ കഴിയട്ടെ. ആരാണോ ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് അവർക്ക് തന്നെ നല്ല വിജയം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിന് അടുത്ത ഡീറ്റെയിൽഡ് ഷെഡ്യൂൾ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ആപ്പിൽ അപ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓരോ ടോപ്പിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഫസ്റ്റ് ഏതാണ് തുടങ്ങുന്നുണ്ടെന്ന് അതിന്റെ ഷെഡ്യൂള് നാളെ തന്നെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങുക. പിന്നെ ലൈവ് ക്ലാസ്സസിൻ്റെത് അതിന് ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഒരു 5 days നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂവിനും ആദ്യത്തെ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു ടൈം തരും. ഫണ്ടമെന്റൽസ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ, മെഡ് സർജ് അല്ല. ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ആണ് നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ പ്ലാൻ, ഇനി നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് തന്നെ ചെയ്യാം. ഞാൻ ഒരിക്കലും അതിനെതിരെ പറയത്തില്ല. നമ്മുടെ പ്ലാൻ അനുസരിച്ചുള്ളത് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ആണ് ഫസ്റ്റ് പ്ലാൻ വരിക. രണ്ടാമതാണ് മെഡ് സർജും പീഡിയാട്രിക്സും കൂടെ വരിക. ഓക്കെ, അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത് നാളെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഫണ്ടമെന്റൽ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആവുന്ന ഒരു ഡേറ്റിൽ നമ്മൾ അതിന്റെ ഡിസ്കഷൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ ഡിസ്കഷൻ സെക്ഷന്റെ ടൈമിൽ നിങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യണം. ഡിസ്കഷൻ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം യൂണിറ്റ് എക്സാമും മോഡൽ റിവിഷൻ സബ്ജക്റ്റിന്റെ മോഡൽ എക്സാമും എഴുതണം. റിവിഷൻ എക്സാം നിങ്ങൾ ഇപ്പോഴല്ല എഴുതേണ്ടത്, ഒരു അവസാനം എക്സാമിന് അടുപ്പിക്കുന്ന ഒരു ടൈമിലായിരിക്കും റിവിഷൻ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്ലാനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനനുസരിച്ച് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ കഴിയട്ടെ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് കഷ്ടപ്പെടുക കേട്ടോ. കിട്ടുന്ന ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. DME എക്സാമിന് മാർക്ക് കുറഞ്ഞവരോ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അവർക്ക് ഇനിയും അവസരങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് അവസരങ്ങൾ ഉണ്ട് ഇനിയും. ഇതൊക്കെ പരമാവധി യൂസ് ചെയ്യുക, നല്ല നിലയിൽ എത്തുക. എല്ലാവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നല്ല ജീവിത നിലവാരത്തിൽ എത്തുക. കിട്ടുന്ന അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി നാളെ നമ്മുടെ ലൈഫിനെ നമ്മൾ പഴിക്കേണ്ടി വരരുത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനെ നമ്മൾ പഴിക്കേണ്ടി വരരുത്. ഞാൻ ഈ പ്രൊഫഷനിൽ വന്നതുകൊണ്ട് എന്റെ ലൈഫ് മോശമായി എന്ന് പറയേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റിയും അവസരങ്ങളും ഉള്ളത് നേഴ്സുമാർക്കാണ്. ഏത് ലെവലിലും ജീവിക്കാൻ പറ്റുന്നത് നേഴ്സുമാർക്കാണ്. ഏത് ലെവലിലും ലൈഫിനെ മാറ്റിമറിക്കാൻ കഴിയുന്ന അവസരങ്ങൾ നേഴ്സുമാർക്കുണ്ട്, വേറെ ഏതൊരു ജോലിയേക്കാളും. അത് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അപ്പൊ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവർക്കും അവസരം നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ ഇന്ന് മുതൽ തന്നെ ഈ നിമിഷം ഞാൻ പറയാം, എപ്പോഴും ഒരു ബെസ്റ്റ് സ്റ്റാർട്ടിനുള്ള ടൈം എന്ന് പറയുന്നത് നൗ, ഇപ്പോഴാണ്. ടുമാറോ അല്ല, അല്ലെങ്കിൽ ടുഡേ അല്ല, നൗ, ഇപ്പോൾ. ഏതൊരു തുടക്കത്തിനും ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നൗ. ക്ലിയർ? ഗേൾസിന് ഫീസ് ഇല്ല കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പ്ലാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. നന്നായിട്ട് പ്ലാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ പോലും ഒരു 80% നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷനോട് കൂടി എക്സാമിന് അപ്രോച്ച് ചെയ്യാൻ കഴിയും. പലപ്പോഴും നിങ്ങളുടെ പ്ലാൻ ചെയ്ത് എല്ലാവരും പ്ലാൻ ചെയ്യും, പക്ഷെ ആ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്തവരാണ് പലപ്പോഴും സക്സസ് എത്താതെ പോകുന്നത്. പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, അതുപോലെ ഫിനിഷ് ചെയ്യാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു ഉറപ്പായിട്ട് ലൈഫിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഏതൊരു എക്സാമിലും അവർ വിജയിക്കുക തന്നെ ചെയ്യും. അതിലൊരു ഡൗട്ടും വേണ്ട. എല്ലാവിധ ആശംസകളും. അടുത്ത ദിവസം കാണാം. ബൈ.